അങ്ങനെ ഒരു നാടകത്തിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർ സ്ട്രെയിനും കൂടിയാ. എനിക്കാണ് അവാർഡ് എന്നുള്ളത് അവിടെ അത് രേഖമൂലല്ലാതെ തന്നെ അവരൊക്കെ കൂടി പറയണം. അപ്പൊ അന്ന് TV ഒന്നുമില്ല, അന്ന് റേഡിയോ ആണ്. പിറ്റേ ദിവസം റേഡിയോ വെച്ച് കാത്തിരിക്കുകയാണ് അതൊന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കേൾക്കാനായിട്ട്. ഏറ്റവും നല്ല നടൻ ശി വരെ വന്നു, പിന്നെ പേര് മാറിപ്പോയി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഇന്ന് ഇപ്പോ കുറെ നാളായി നമ്മളിങ്ങനെ ട്രൈ ചെയ്യുന്നു. അപ്പോൾ ആദ്യം വളരെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ചോദ്യത്തിൽ നിന്ന് തുടങ്ങാണ്. ഈ ശിവജി ഗുരുവായൂർ അത് തന്നെയാണോ ചേട്ടന്റെ ശരിക്കുള്ള പേരായിരുന്നത്? അത് എങ്ങനെയാണ്? പേര് എന്താ സംശയം തോന്നിയത്? അല്ല, നമ്മളിപ്പോ ഇങ്ങനെ ശിവജി ഗുരുവായൂർ, ഇപ്പൊ നമ്മളിപ്പോ കൊല്ലം തുളസി എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ അതായിരിക്കില്ലല്ലോ ശരിക്കുള്ള പേര് എന്ന് പറയുമ്പോ അവർക്ക്. എനിക്ക് ഇട്ടുള്ള പേര് അത് തന്നെയാണ്. അതല്ലേ? അതിൽ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് എന്റെ കാതിലോതിയിട്ടുള്ള പേര് ശിവാജി ഗണേശൻ എന്നൊക്കെയാ. ഓ അത് ശരി, ശിവാജി ഗണേശൻ. അതിന്റെ പിന്നിലൊരു കഥ ഉള്ളത് എന്താ വെച്ചാൽ, എന്റെ ഒരു അച്ഛന്റെ അനിയൻ കൃഷ്ണൻകുട്ടി, അദ്ദേഹം ഒരു തമിഴ്നാട്ടില് ഉള്ള ഒരാളാണ്. അപ്പൊ ഈ ശിവാജി ഗണേശന്റെ ഭയങ്കര ഫാനാണ് പുള്ളി. ഓ ശരി. അപ്പൊ എന്നെ പ്രസവിച്ച് അന്ന് ഞാൻ നല്ല തടിച്ച് നല്ല ക്യൂട്ടായിരുന്നു, ഭയങ്കര നല്ല വെയിറ്റ് ഒക്കെ ഉള്ള. അപ്പൊ അദ്ദേഹത്തിന്റെ നിർബന്ധത്തിനാണ് എന്നെ ശിവാജി ഗണേശൻ എന്ന് പേരിട്ടത്. ശരി. അപ്പൊ എനിക്കത് ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു 5ാം ക്ലാസ് ഒക്കെ എത്തിയപ്പോ എനിക്ക് ആ പേര് ഭയങ്കര ഒരു അരോചകമായിട്ട് തോന്നി, ശിവാജി ഗണേശൻ. ശരി. അങ്ങനെ ഞാൻ തന്നെ മാറ്റിയതാണ് സ്വയം മാറ്റി ശിവാജി എന്നാക്കി. അടുത്തയുടെ എന്റെ അച്ഛന്റെ പെങ്ങളൊക്കെ എന്നെ ഗണേശൻ എന്ന് വിളിക്കുന്നവരുണ്ട്. പകുതി അവസാന പകുതി ഗണേശൻ എന്ന് വിളിക്കുന്നവരുണ്ട്, ശിവാജി ഗണേശൻ എന്ന് വിളിക്കുന്നവരുണ്ട്. ശിവാജി അങ്ങനെ ഇപ്പോ ഒഫീഷ്യൽ നെയിം ശിവജി ഗുരുവായൂർ. ഗുരുവായൂർ എന്നുള്ളത് പിന്നെ നമ്മള് നാടക പ്രസ്ഥാനത്തിൽ കയറിയപ്പോ എവിടെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ ഗുരുവായൂർ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറഞ്ഞ അതിൽ അങ്ങനെ സ്റ്റാമ്പ് ചെയ്യപ്പെട്ടു. പ്രോപ്പർ ഈ സ്ഥലത്തിന്റെ പേര് കാവീട് എന്നാണ്, ഗുരുവായൂർ നഗരസഭയിലുള്ള തന്നെ. ഗുരുവായൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിശദീകരിക്കേണ്ട കാര്യമില്ല. അതെ അതെ അതെ. ഇപ്പോ ചേട്ടൻ പ്രൊഫഷണൽ നാടകത്തിൽ കൂടെയാണല്ലോ തുടങ്ങിയത്. അപ്പൊ ഈ പ്രൊഫഷണൽ നാടകത്തിൽ നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം എന്തെങ്കിലും സ്ട്രഗിൾ ഉണ്ടായിരുന്നോ നമ്മളുടെ ആസ് എൻ ആക്ടർ എന്ന് പറയുന്ന രീതിയിൽ? അതോ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളെ മനസ്സിലാക്കാവുന്ന ക്യാരക്ടേഴ്സ് ആദ്യമേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നോ? ഞാൻ പ്രൊഫഷണൽ നാടകത്തിൽ നല്ല തുടങ്ങിയുള്ളത് അമേച്ചർ നാടകങ്ങളായിട്ടാണ് തുടങ്ങി. ഓ അത് ശരി, അത് ശരി. സ്കൂൾ തലത്തിലൊക്കെ അമേച്ചർ നാടകങ്ങളൊക്കെ തന്നെയായിരുന്നു. ഓക്കെ. അന്ന് ഒരു പക്ഷേ പ്രൊഫഷണൽ നാടകങ്ങളോട് ആ ഒരു കോൺസെപ്റ്റിനോട് തന്നെ ഒരു അകൽച്ചുള്ളായിരുന്നു. കാരണം കലയ്ക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അന്നത്തെ ചോരത്തിളപ്പില് ഇപ്പോഴും കല അത് പൈസയ്ക്ക് വേണ്ടിയുള്ളതല്ല എന്നൊക്കെ പറഞ്ഞിരുന്നതാണ്. പക്ഷെ ഈ നമ്മളിപ്പോ ഈ പച്ചയായിട്ടുള്ള ജീവിതത്തിലേക്ക് കൊണ്ട് കാലെടുത്ത് വെക്കുമ്പോ ജീവിതം അങ്ങനെ വഴിമുട്ടി പോകും. അപ്പൊ ഒരു തൊഴില് അത്യാവശ്യമായിട്ട് വരും. അങ്ങനത്തെ ഒരവസ്ഥയിൽ അമേച്ചർ നാടകം മറ്റേ ആശയങ്ങളൊക്കെ മാറ്റിയത് പ്രൊഫഷണൽ, അത് ഉപജീവന മാർഗമാക്കാന്നുള്ള, അങ്ങനെയാണ് ഈ പ്രൊഫഷണൽ നാടകത്തിലേക്ക് ചാടുന്നത്. പക്ഷെ പ്രൊഫഷണൽ നാടകത്തിൽ വന്ന് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. പിന്നെ ഓരോ വർഷം അങ്ങനെ ഒരു വർഷത്തിന് ഒരു വർഷം അടുത്ത വർഷത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാടകം തന്നെ. ആരെങ്കിലും ഗുരുക്കൾ അങ്ങനെ ഉണ്ടായിരുന്നു? ആരെങ്കിലും അങ്ങനെ ഇപ്പൊ നാടകത്തിലുണ്ട്? അപ്പൊ തുടക്കത്തിലൊന്നുമില്ല. ഇപ്പൊ നമ്മള് സ്കൂൾ തലത്തിലൊക്കെ നാടകം അഭിനയിക്കുമ്പോ അത് ഗൗരവമായിട്ട് കണ്ടിട്ടല്ലായിരിക്കാം. എല്ലാവരും നാടകം കളിക്കുന്നു, ഞാനും നാടകം കളിക്കുന്നു എന്നുള്ളൊരു രീതിയുള്ളൂ. നമ്മള് നാടകം തോന്നിയ പോലെ നാടകം എഴുതുന്നു, തോന്നിയ പോലെ കളിക്കുന്നു, സമ്മാനം കിട്ടുന്നു, സമ്മാനം കിട്ടാതിരിക്കുന്നു, അങ്ങനെയുള്ള രീതിയുള്ള. പക്ഷെ ഒരു 10ാം ക്ലാസ്സിലേക്കൊക്കെ എത്തിയപ്പോ അതല്ല നാടകം. നാടകം ഒരു ഗുരുമുഖത്തുനിന്ന് പഠിക്കേണ്ടത് തന്നെയാണ് എന്നുള്ളൊരു ഇത് വന്നു. ഇപ്പൊ ഈ വേലൂര് കേന്ദ്രീകരിച്ച് ശേഖര തണിക്കൽ എന്ന് പറഞ്ഞൊരു മാഷുണ്ട്. അദ്ദേഹം ഒരു സർവകലാവല്ലഭൻ എന്നൊക്കെ പറയാം, നല്ലൊരു വിപ്ലവകാരിയൊക്കെ കൂടി. അപ്പൊ അദ്ദേഹത്തിന്റെ കീഴിൽ നിന്നാണ് നാടകം എന്താണെന്ന് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റുന്നത്. നാടകം എന്താണ് ഉദ്ദേശിക്കുന്നതെന്നും നാടകം എങ്ങനെ വേണമെന്നും എവിടെ വേണമെന്നും അതിൻ്റെ ഇപ്പോൾ നാടക അഭിനയമാണെങ്കിൽ അതിൻ്റെ ഡയലോഗ് റെൻഡറിങ്, മോഡുലേഷൻ ഒക്കെ
പഠിക്കുന്നത് ആധികാരികമായിട്ട് ഗുരുമുഖത്തുനിന്ന് പഠിക്കുന്നത് അവിടെ നിന്നാണ്. അപ്പൊ എന്റെ ആദ്യ ഗുരുനാഥൻ ശേഖരത്താണിക്കൽ നിന്നാണ് പറയാം. പിന്നെ അന്നത്തെ കാലത്താണ് തുടങ്ങുന്നത് സ്കൂൾ ഡ്രാമൊക്കെ തുടങ്ങുന്നത്. നമുക്ക് നാടകം പഠിക്കാൻ തുടങ്ങി വെച്ച ഒരു ഏക പാഠശാല എന്ന് പറയുന്നത് അക്കാഡമിക്കലായിട്ട് തുടങ്ങി വെച്ചത് സ്കൂൾ ഡ്രാമയാണ്. പക്ഷെ അവിടെയൊന്നും പോയി കയറിപ്പറ്റി പഠിക്കാനുള്ള ഒരു സാവകാശം സാമ്പത്തികം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനോട് പാരലായിട്ട് തന്നെയാണ് നമ്മള് സ്കൂൾ ഡ്രാമ എന്നുള്ള നാടകങ്ങൾ അവർ ചെയ്യുമ്പോൾ നമ്മൾ നാട്ടുംപുറത്ത് നാടകങ്ങൾ ഇങ്ങനെ പാരലായിട്ട് ചെയ്തു. അങ്ങനെയാണ്. അപ്പൊ നമുക്ക് നാടകം കാണുമ്പോഴും നമുക്കൊരു നമുക്ക് പഠിക്കാനുണ്ടാവും. അന്നത്തെ ജി ശങ്കരപിള്ളയുടെ നാടകങ്ങളൊക്കെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കാണുമ്പോൾ അതിന്ന് കാഴ്ചയിൽ നിന്ന് നമുക്ക് പഠിക്കാൻ ഒരുപാടുണ്ട്. ഒക്കെയാണ് ഗുരു. അക്കാഡമിക്കൽ ഒരു ആർട്ടിസ്റ്റ് അല്ല ഞാൻ. ഈ നാടകം തുടങ്ങിയിട്ട് ചേട്ടൻ ഏകദേശം ഒരു കുറച്ചധികം നാളെടുത്തിട്ടുണ്ടെന്ന് തോന്നൂല്ലേ ഒരു സംസ്ഥാന അവാർഡ് കിട്ടാൻ വേണ്ടിയിട്ട്? എനിക്ക് തോന്നുന്നു കോഴിക്കോട് സങ്കീർത്തനയുടെ എന്താ നവരസ നായകൻ എന്ന് പറഞ്ഞിട്ടുള്ള അതിലാണ് കിട്ടുന്നത്. അപ്പൊ അത് ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു? അതിപ്പം അത് ചേട്ടൻ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്? നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പോരായികയാണോ എന്തോ ആവട്ടെ, അങ്ങനെ ഒരു അവാർഡ് ലക്ഷ്യമാക്കിയിട്ടുള്ള ഒരു പെർഫോമൻസിനൊന്നും ഞാൻ നിന്നിട്ടില്ല. കാലാകാലങ്ങളിൽ വരുന്ന മത്സരങ്ങളിൽ പങ്കെടുക്കും, തിരിച്ചു പോരും എന്നുള്ളതല്ലാതെ. പല ഇടയ്ക്ക് നമ്മള് കോഴിക്കോട് ചിരന്തനയുടെ ഒരു നാടകം അവതരിപ്പിച്ചപ്പോഴാണ് ഈ മേടപ്പത്ത് എന്ന് പറഞ്ഞൊരു നാടകം അതിഗംഭീരമായിട്ടുള്ള ക്യാരക്ടറായിരുന്നു. ഒരുപക്ഷെ എനിക്ക് അവാർഡ് കിട്ടിയ നവരസ നായകനേക്കാൾ മുകളിൽ നിൽക്കുന്ന ഒരു ക്യാരക്ടറായിരുന്നു അത്. 3 കാലഘട്ടം, ഒരു 28 വയസ്സ്, ഒരു 50 വയസ്സ്, ഒരു 90 വയസ്സ്, അങ്ങനെ ഒരു നാടകത്തിൽ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ ഓവർ സ്ട്രെയിനും കൂടിയാ. കാരണം നമുക്ക് വേഷം മാറണം, അത് രൂപം മാറണം, ഒക്കെ മാറണം, അഭിനയിക്കണം, ഒക്കെ അഭിനയത്തിൽ മാറ്റം വരുത്തണം. അങ്ങനെ അത് ആ നാടകം ഈ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു, അഖില പ്രൊഫഷണൽ നാടക മത്സരത്തിനുണ്ടായിരുന്നു. അത് കൊല്ലത്ത് വെച്ചിട്ടായിരുന്നു അതിന്റെ അവതരണം. അപ്പൊ അന്ന് ആ അവതരണം കഴിഞ്ഞിട്ട് ചാനലേരൊക്കെ തടിച്ചുകൂടി എന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യണു. അപ്പൊ സണ്ണി എന്ന് പറഞ്ഞിട്ടൊരു നടനുണ്ടായിരുന്നു, നാടകത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്നിട്ടുള്ള. അയാൾ വന്നിട്ട് അതിഗംഭീരമായിട്ട് എന്നെ പ്രശംസിക്കുന്നു. അപ്പോൾ അവാർഡ് എനിക്ക് തന്നെ, അത് അവസാനത്തെ നാടകമായിരുന്നു, മത്സരത്തിന്റെ അവസാനത്തെ നാടകമായിരുന്നു. എനിക്കാണ് അവാർഡ് എന്നുള്ളത് അവിടെ അത് രേഖമൂലല്ലാതെ തന്നെ അവരൊക്കെ കൂടി പറയണം. അപ്പൊ നമ്മളും ഒന്ന് അവാർഡ് കിട്ടിയാൽ നല്ലതല്ലേ, നമ്മളൊരു അംഗീകരിക്കപ്പെടുക, ഒരു കലാകാരൻ അംഗീകരിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ ഒരു അല്ലേ. അപ്പൊ അന്ന് TV ഒന്നുമില്ല, റേഡിയോ ആണ്. പിറ്റേ ദിവസം റേഡിയോ വെച്ച് കാത്തിരിക്കുകയാണ് അതൊന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കേൾക്കാനായിട്ട്. ഏറ്റവും നല്ല നടൻ ശി വരെ വന്നു, പിന്നെ പേര് മാറിപ്പോയി. അത് പേര് മാറിപ്പോയി. പക്ഷെ നമുക്കതിൽ പരാതിയൊന്നും ഉണ്ടായിരുന്നില്ല. അതില് പിന്നീടാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ ഡയറക്റ്റ് ഈ അവാർഡൊന്നും കിട്ടില്ല, അതിന് ഒരു സമ്മർദ്ദം ചെലുത്താൻ ഒരു ടീം വേണമെന്നൊക്കെയാണ് പറയണത്. ഈ അടുത്ത കാലത്ത് ഇപ്പൊ ഞാനും ജഡ്ജായിട്ടിരിക്കേണ്ടി വന്നു. അത്തരം മാമൂലുകളും ഫോർമാലിറ്റീസും ഒന്നും ഇല്ലാതെ തന്നെ നമ്മൾ ജഡ്ജ് ചെയ്തു ഇപ്പൊ ഈ വർഷം. അങ്ങനെ വേണം കാര്യത്തിൽ. അങ്ങനെ ഈ പറഞ്ഞ പോലെ ആവർത്തിച്ചുകൊണ്ട് 2-3 തവണ എനിക്ക് അവാർഡ് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ ആഗ്രഹിക്കുന്നതിന് മുമ്പ് നമ്മൾ കാണികളാണ്, നമ്മൾ അഭിനയിക്കുമ്പോൾ അറിയണില്ല, അത് നമ്മൾ ജഡ്ജ് ചെയ്യുന്നില്ല. ഞാനൊരു ക്യാരക്ടർ ചെയ്യുമ്പോൾ എനിക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, ഒരു ഊഹം ഉണ്ടാവും. നമ്മൾ അതിന്റെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത്. അതിനെ ജഡ്ജ് ചെയ്യേണ്ടത് കാണുന്നവരാണ്, ഓഡിയൻസ് ആണ്. അപ്പൊ അവരുടെ ഭാഗത്തുനിന്ന് കൊള്ളാം, നന്നായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോൾ അതിലിപ്പം നമ്മളിപ്പോ ജഡ്ജി ആയിട്ടിരിക്കണമെന്ന് പറഞ്ഞ ഈ അവാർഡ് കിട്ടിയ നാടകത്തിലും എനിക്ക് തെറ്റിപ്പോയതായിരുന്നു എന്നാ പറഞ്ഞത്. അത് ശരി. അതായത് ഈ നവരസ നായകൻ എന്ന് പറഞ്ഞ നാടകത്തില് ഈ പറഞ്ഞ പോലെ അന്നൊക്കെ ഒരു, ഞാൻ പറയണത് ശരിയാണെന്ന് അറിയില്ല, ഈ പറഞ്ഞ പോലെ ഒരു തീരുമാനങ്ങളുണ്ട് അവർക്ക്, ആള് വേണം എന്നുള്ള തീരുമാനങ്ങളുണ്ട്. അത്ര കരുതുക, എന്താ എന്റെ രഹസ്യങ്ങളൊന്നും ഞാൻ പറയണില്ല. അന്നത്തെ വർഷം നമ്മള് SL പുരം സദാനന്ദൻ സാറായിരുന്നു, SL പുരം സാറായിരുന്നു. അപ്പൊ ഈ ഒരു രീതി വന്നപ്പോ SL പുരം ദേഷ്യപ്പെട്ടു ഇറങ്ങിപ്പോയി. ഞാൻ പത്രസമ്മേളനം വിളിക്കുന്നതാണ് പറഞ്ഞത്. അപ്പൊ അവരുടെ ജഡ്ജ്മെന്റില് ആ വർഷത്തെ ഏറ്റവും നന്നായിട്ട് അഭിനയിച്ച ആള് ഞാനാണ്. നവരസ നായകൻ എന്ന് പറഞ്ഞ നാടകത്തിൽ ഞാനാണ് അഭിനയിച്ചിട്ടുള്ളത്. അപ്പൊ അത് മറ്റുള്ളവരൊക്കെ ഇയാൾക്ക് വഴങ്ങി കൊടുക്കേണ്ടി വന്നു. അപ്പൊ ഒരു ജൂറി ചെയർമാൻ
അത്രയും പിടിവാശി പിടിച്ചുകൊണ്ട് ആ വർഷം എനിക്ക് കിട്ടിയത്. അല്ലെങ്കിൽ അതും കിട്ടില്ല കിട്ടില്ല എന്നല്ലേ. എന്ന് കരുതി ആ ഒരു വർഷത്തെ ഏറ്റവും നല്ല നടൻ ഞാനാണെന്ന് നമുക്ക് അഹങ്കരിക്കാനും പറ്റില്ല. അതിപ്പോ ആ ഒരു വേഷം വേറെ ഏത് നടൻ ചെയ്താലും ചിലപ്പോ അയാൾക്ക് കിട്ടും. അപ്പൊ എനിക്ക് കിട്ടിയതുകൊണ്ട് ആ ഒരു വർഷം മറ്റുള്ളവരൊക്കെ മോശം നടന്മാരാവുന്നില്ല, എല്ലാവരും നല്ല നടന്മാരാണ്. അവർക്ക് ചെയ്യാൻ പെർഫോം ചെയ്യാൻ ഒരു ക്യാരക്ടർ കിട്ടുക എന്നുള്ളതാണ്. ക്യാരക്ടർ കിട്ടി നമുക്കത് മാന്യമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്.